ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് വീണ്ടും ദൈവസന്നിധിയിൽ വചനവുമായി ആയിരിക്കാൻ ദൈവം നമുക്ക് തരുന്ന ദൈവത്തിന്റെ വലിയ കൃപകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഗലാത്യലേഖനം 4-ാം അധ്യായത്തിൽ നിന്നാണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് നമുക്ക് വിശ്വാസത്താൽ ദൈവമക്കൾ എന്ന പദവിയിലേക്ക് ദൈവം നമ്മെ കൊണ്ടെത്തിച്ചു, നമ്മെ ആക്കിയിരിക്കുകയാണ്. ആ അവസ്ഥയിൽ നമുക്ക് കിട്ടുന്നത് നമുക്ക് ദൈവത്തിന്റെ മക്കൾ എന്ന ഒരവസ്ഥയിലേക്ക് നാം ആയിരിക്കുകയാണ്. നാം ലോകത്തിനും അതുപോലെ തന്നെ ന്യായപ്രമാണത്തിനും അടിമത്തത്തിലായിരുന്നു. ആ അടിമത്തത്തിലായിരുന്ന നമ്മെ പുത്രന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങി സ്വതന്ത്രരായി തീർത്തു എന്ന് നാം പഠിച്ചു. അടിമകളെ വിലയ്ക്ക് വാങ്ങി സ്വതന്ത്രരായി തീർത്തു. ആ സ്വതന്ത്ര എന്ന ആ ഒരു സ്വതന്ത്രരാക്കി എന്ന് തന്നെയല്ല, മക്കളാക്കി തീർത്തു എന്ന് തന്നെയല്ല, സകലത്തിന്റെ അവകാശിയാക്കി തീർത്തു എന്ന് നമ്മൾ പഠിച്ചു. മക്കൾ എന്ന അവകാശത്തിന്റെ ഉറപ്പിനായി പരിശുദ്ധാത്മാവിനെ അല്ലെങ്കിൽ അവിടെ സ്വപുത്രന്റെ ആത്മാവിനെ നമുക്ക് ഉള്ളിൽ തന്ന് ആ ഒരു അവകാശം, പിതാവ് എന്ന അവകാശം ദൈവം ഉറപ്പിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയത്. അതുകൊണ്ട് നാം ഇനി ദാസരല്ല, മക്കളെങ്കിലും അവകാശികളുമാകുന്നു. ആ ക്രിസ്തുയേശുവിലൂടെയാണ് സകല അവകാശവും നമുക്ക് കിട്ടുന്നത് എന്ന് നമ്മൾ പഠിച്ചു. നമുക്ക് 8-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. 8-ാമത്തെ വാക്യം, അബ്ബാ പിതാവേ എന്ന് വിളിക്കപ്പെടുന്ന പുത്രത്തിന്റെ അവകാശം നമുക്ക് കിട്ടിയെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിച്ചായിരുന്നു. ഓക്കെ, 8-ാമത്തെ വാക്യം. ഇനി 8 മുതൽ കുറച്ച് 20 വരെയുള്ള വാക്യങ്ങള് മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. വായിച്ചാൽ ഓൾമോസ്റ്റ് ഒക്കെ മനസ്സിലാകും. ഗലാത്യലേഖനം നല്ല ബുദ്ധിമുട്ടുള്ള ലേഖനമാണെങ്കിലും ആഴമായ കാര്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ടെങ്കിലും പക്ഷെ കുറച്ച് കാര്യങ്ങൾ ഇനിയുള്ളത് പഠിക്കാനായിട്ട് വലിയ കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് 8-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. 8-ാമത്തെ വാക്യം. എന്നാൽ അന്നു നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളായവർക്ക് അടിമപ്പെട്ടിരുന്നു. 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലെ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്ന രക്ഷ എന്നത് ദൈവത്തിന്റെ ദാനമാണ്. നമുക്കെല്ലാം അറിയാം അല്ലെ. ഇവിടെ നമ്മൾ ആരായിരുന്നു? അടിമത്വത്തിലായിരുന്നു. നമ്മൾ അടിമയെന്ന് പറയുമ്പോൾ അടിമയ്ക്ക് ഒരിക്കലും സ്വാതന്ത്ര്യം ഇല്ലാത്ത അവസ്ഥയാണ്. പക്ഷേ ദൈവം നമ്മളെ ഈ ന്യായപ്രമാണത്തിനും ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾക്കും ഒക്കെ അടിമകളായിരുന്ന നമ്മെ വിലയ്ക്ക് വാങ്ങിയിട്ട് നമ്മെ സ്വതന്ത്രരാക്കി തീർത്തു. അത് നമ്മള് അങ്ങനെ ഒന്നിനും അവകാശത്തിന് യോഗ്യരായിരുന്നതല്ല, പക്ഷെ ദൈവത്തിന്റെ കൃപയാൽ നമ്മളെ അങ്ങനെ ഒരു അവകാശത്തിലേക്ക് ആക്കി തീർക്കുകയാണ് ചെയ്തത്. അപ്പൊ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ഞാൻ എപ്പോഴും പറയുന്ന, രക്ഷ എന്നത് ദൈവത്തിന്റെ ദാനം മാത്രമാണ്. നമുക്ക് കൃപയാൽ ലഭിച്ചതാണ്. നമ്മൾ ദൈവത്തെ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ തന്നെയും പക്ഷെ അങ്ങനെ ഒന്നും നമ്മൾ അറിഞ്ഞത് കൊണ്ടൊന്നും ദൈവത്തിന്റെ ആ ഒരു അറിഞ്ഞത് കൊണ്ടൊന്നും അങ്ങനെ നമ്മൾ ദൈവത്തിലേക്ക് വരത്തില്ല. അത് ദൈവത്തിന്റെ ദാനമാന്നുള്ള ആ ഒരു ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. കാരണം എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു. ആദമ്യ പാപത്താൽ സകല മനുഷ്യരും പാപികളായി തീർന്നു. പക്ഷെ ദൈവത്തിന്റെ കരുണയാൽ നമ്മുടെ അടുക്കലേക്ക് ഇറങ്ങി വന്ന് നമ്മള് സങ്കീർത്തനം 10 ആകാശം ചായിച്ച് ഇറങ്ങി വന്നെന്ന് പറഞ്ഞതുപോലെ ആകാശം ചായിച്ച് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് നമ്മളെ ഓരോരുത്തരെയും അവരവരായിരുന്ന സ്ഥലത്ത് പിക്ക് ചെയ്തു. അങ്ങനെ നമ്മള് ഗാർഡനിലൊക്കെ പോകുമ്പം ഫ്രൂട്ട് ഒക്കെ പറിക്കാൻ പോകുമ്പോൾ നമ്മൾ എന്തോ ചെയ്യുന്നത്? നല്ല നല്ല പഴങ്ങൾ ആദ്യം പറിച്ചെടുക്കും അല്ലേ? അങ്ങനെ നമ്മളെയൊക്കെ ഇങ്ങനെ കർത്താവിന് പിക്ക് ചെയ്യാനൊരു ആ ഒരു തെരഞ്ഞെടുപ്പാ ദൈവത്തിന്റെ. അതുകൊണ്ട് അതിന് എപ്പോഴും നമ്മൾ സ്തോത്രം ചെയ്യുന്നവരായിരിക്കണം. ദൈവത്തിന്റെ സമയത്ത് ദൈവത്തെ അറിയുവാനായിട്ട് ദൈവം നമ്മളെ കൃപ തന്നു. ഓക്കെ, നമുക്ക് റോമാലേഖനത്തിന്റെ ആ വാക്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് റോമാലേഖനത്തിലെ കുറച്ച് വാക്യങ്ങൾ മാത്രം വായിച്ചു പോകാം. 5 അധ്യായം 15, 16, 18 വാക്യം വായിച്ചിട്ട് നമുക്ക് വാക്യത്തിലേക്ക് കടക്കാം. ദൈവത്തിന്റെ ദാനമാണ് രക്ഷ. എന്നാൽ ലംഘനത്തിന്റെ കാര്യവും കൃപാവരത്തിന്റെ കാര്യവും ഒരുപോലെയല്ല. ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചു എങ്കിൽ ദൈവകൃപയും
ഏക മനുഷ്യനായ യേശുക്രിസ്തുവിന്റെ കൃപയാലുള്ള ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും കവിഞ്ഞിരിക്കുന്നു. ഏകലംഘനത്താൽ എല്ലാവരും മരിച്ചു. നോക്കിയേ, നമ്മുടെ ചുറ്റും എത്രയോ ആൾക്കാർ ദൈവത്തെ അറിയാതെ പോകുന്നു. കോടിക്കോടി ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്. എത്രയോ ആൾക്കാർ ദൈവത്തെ അറിയാതെ പോകുന്നു. നമ്മൾ ദൈവത്തെ പോയി തേടി ചെന്നിട്ടൊന്നും അല്ല ദൈവത്തിന് നമ്മോട് കരുണ തോന്നിയത്. ദൈവത്തിന് കരുണ തോന്നി നമ്മെ വിടുവിച്ചതാ. അപ്പം ആ യേശുക്രിസ്തുവിന്റെ കൃപയാലുള്ള ദാനത്താലാണ് നാം ദൈവമക്കളായി തീരുവാനായിട്ട് തീർന്നത്. 16-ാമത്തെ വാക്യം. ഏകൻ പാപം ചെയ്തതിന്റെ ഫലവും ദാനത്തിന്റെ കാര്യം ഒരുപോലെയല്ല. ഏകന്റെ പാപം ശിക്ഷാവിധി കൽപ്പിപ്പാൻ ഹേതുവായത് കൃപാവരമോ അനേക ലംഘനങ്ങളെ മോചിക്കുന്ന നീതീകരണ വിധിക്ക് ഹേതുവായി തീർന്നു. 18-ാമത്തെ വാക്യം. അങ്ങനെ ഏക ലംഘനത്തെ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്ന പോലെ ഏക നീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായി നീതീകരണവും വന്നു. ദൈവത്തിന്റെ ആ നീതി, കർത്താവിന്റെ നീതി നമ്മൾ കണക്കിട്ടത് കൊണ്ട് മാത്രമാണ് നമ്മൾ ദൈവമക്കളാകുവാനായിട്ട് ഇടയായിത്തീർന്നത്. എഫേസ്യർ 2:8 പറയുന്നല്ലേ, ഞാൻ എപ്പോഴും പറയുന്ന വാക്യം, കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അതും നിങ്ങളല്ല, ദൈവത്തിന്റെ ദാനം അത്രേ ആകുന്നു അല്ലെ. അതിന് നമ്മൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രേ ഉള്ളൂ. അതുകൊണ്ട് പുകഴ്ചയ്ക്കോ പ്രശംസിപ്പാനോ നമ്മൾ ഒരു കാര്യവുമില്ല. അപ്പൊ അങ്ങനെ നമ്മള് രക്ഷ ദൈവത്തിന്റെ ദാനമായിരുന്നാൽ തന്നെയും അത് ദൈവത്തിന്റെ ദാനം മാത്രമാണ്. എന്നിരുന്നാലും നമുക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട് അല്ലെ. ദൈവം ഇപ്പം നമ്മൾ ഒരു വീട്ടില് 2 മക്കളുണ്ടെങ്കിൽ ആ മക്കളായതുകൊണ്ട് ഉത്തരവാദിത്വങ്ങളെല്ലാം പിതാവും മാതാവും ചെയ്യുമെന്നല്ല, മക്കൾക്കും വീട്ടിൽ താമസിക്കുമ്പോൾ ഒരു ഉത്തരവാദിത്വം ഉള്ളതുപോലെ ആ ആയിരിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്കും ഒരു ഉത്തരവാദിത്വം ഉണ്ട്. അപ്പം നമ്മൾ ലൂക്കോസിന് സുവിശേഷം 12:48 ഇങ്ങനെ പറയുന്നുണ്ട്, അറിയാതെ ലൂക്കോസ് 12:48 എല്ലാവർക്കും അറിയാവുന്ന വാക്യല്ലേ. അറിയാതെ കണ്ട അടിക്ക് യോഗ്യമായത് ചെയ്തവന് കുറെ അടി കൊള്ളും, വളരെ ലഭിച്ചവനോട് വളരെ ആവശ്യപ്പെടും, അധികം ഏറ്റുവാങ്ങിയനോട് അധികം ചോദിക്കും. അപ്പം അടിമകളായിരുന്ന സമയത്ത് വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ മക്കളാക്കി തീർത്തപ്പോൾ മക്കളുടെ ഉത്തരവാദിത്വം നമുക്ക് ഉണ്ട്. അപ്പം നമ്മള് ഞാൻ സാധാരണ പിതാവും ദൈവവും നമ്മളുടെ ബന്ധം, ശരിക്കും ഒരു മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം അതുപോലെ തന്നെയാണ്. അങ്ങനെ തന്നെ കണക്ക് കൂട്ടിയാൽ മതി. ആ രീതിയിൽ നമുക്ക് ഭൂമിയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധത്തെ മനസ്സിലാക്കുവാൻ ആ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധമാണ് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് ഉള്ളത്. അപ്പൊ അവിടെ ഒരു വീട്ടില് മക്കള് നല്ലതായി ജീവിക്കാന് മാതാവും പിതാവും ആഗ്രഹിക്കുന്നത് പോലെ തന്നെയാണ് നമ്മുടെ പിതാവും സ്വർഗസ്ഥനായ പിതാവും മക്കൾ ആയിത്തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മളെല്ലാവരും, നമ്മളുടെ മക്കൾ എല്ലാവരും നന്നായി നടക്കാൻ ആഗ്രഹിക്കുന്നവരാ അല്ലേ. ആരെയും കൊണ്ടൊന്നും പറയിപ്പിക്കാതെ നല്ല നിലയിലായിത്തീരണം, ദൈവമക്കളായി വളരണം, ദൈവവചനം പഠിച്ചു വളരണം. ഇതൊക്കെയല്ലേ നമുക്ക് നമ്മുടെ മക്കളെ കുറിച്ചുള്ള ആഗ്രഹം. അവരെ കുറിച്ച് വലിയ വലിയ കാര്യങ്ങളൊന്നും നമ്മൾ ചിന്തിച്ചില്ലെങ്കിൽ തന്നെയും ദൈവവചനം പഠിച്ചു വരുന്ന നമ്മൾ എന്താ അത് കൂടുതലായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്തെ അറിയണം, ദൈവവചനം പഠിക്കണം, നല്ല കുഞ്ഞുങ്ങളായി വളരണം, ചീത്ത സ്വഭാവം ഒന്നും അവർ കാണരുതെന്നാ പറയുന്നത്. അങ്ങനെയാകുമ്പോൾ ഈ ഭൗതികമായ ജീവിതത്തിൽ അപ്പനും അമ്മയും മക്കളെ അങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ തിരിച്ചു നോക്കിയേ, സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് എത്രത്തോളം നമ്മളെ എല്ലാവരെയും പറ്റി ആഗ്രഹിക്കും അല്ലെ. മത്തായി സുവിശേഷം 5:48 നമുക്കറിയാവുന്ന വാക്യം. ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണർ ആകുവേൻ. അപ്പം പരിശുദ്ധനായ ദൈവം നമ്മളും വിശുദ്ധിയോടെ കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എഫെസ്യ ലേഖനം 1-ാം അധ്യായം എങ്ങനെ പറയുന്നത്, നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് ദൈവം ലോകസ്ഥാപനത്തിനു മുമ്പേ ക്രിസ്തുവിൽ നമ്മെ തിരഞ്ഞെടുത്തു. എന്തിനു വേണ്ടിയിട്ടാ? നമ്മള് വിശുദ്ധരും നിഷ്കളങ്കരുമായി കാണേണ്ട.
തെസ്സലോനിക്ക ലേഖനം ഇങ്ങനെ പറയുന്ന, അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവന്റെ മുമ്പിൽ ലജ്ജിതരാകാതെ വിശുദ്ധരായി കാണുമെന്നല്ലേ പറയുന്നത്. അപ്പം ഏതു പിതാവും മാതാവും മക്കൾ നല്ലതുപോലെ കാണുവാൻ ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ സ്വർഗീയ പിതാവും നാമും അങ്ങനെ കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. അപ്പൊ ഈ നമ്മുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനാകുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ. അതിൽ കവിഞ്ഞ് ദൈവരാജ്യത്തിൽ ഒന്നുമില്ല. കാരണം എന്താ എന്ന് വെച്ചാല് നമുക്ക് ജീവിതത്തിൽ ദൈവം എല്ലാം തന്നിട്ടുണ്ട് അല്ലെ. എന്തോരം സൗകര്യങ്ങളും നമുക്ക് തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ താമസിക്കുന്ന നമുക്ക് ഇഷ്ടംപോലെ സൗകര്യങ്ങൾ തന്നിട്ടുണ്ട്. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാലേ നമ്മൾ ഇവിടെ ഇത് എത്ര കാലം അനുഭവിക്കും? നമുക്ക് ജീവകാലം അനുഭവിക്കുന്നതിനേക്കാളും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അല്ലേ? എത്ര നാൾ നമ്മൾ അനുഭവിക്കും? നമ്മൾ കൊണ്ടുപോകാൻ പറ്റുമോ? നമുക്ക് ഒരു സ്ഥലം വരെ പോകത്തുള്ളൂ, അതിനിപ്പുറം എല്ലാം ഇട്ടേച്ചു പോകേണ്ടവരാ. അങ്ങനെയാണെങ്കിൽ ദൈവം എന്തിനാ നമ്മളെ വിളിച്ച്? അത് കൈവശമാക്കി ജീവിക്കാനാണോ? അതിനല്ല നമ്മളെ വിളിച്ചത് അല്ലേ? നമ്മെ വിളിച്ചത് സ്വർഗീയ പിതാവിനെ പോലെ സൽഗുണപൂർണരാകാനാ വിളിച്ചത്. കാരണം ഈ ലോകത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ജീവിതം എത്ര നാളാ? 70 ഏറിയത് 80. മോശ പറയുന്നുണ്ട് അതിന്റെ അപ്പുറം എന്തൊക്കെയാണെന്നൊക്കെ പറയുന്നുണ്ട്, കഷ്ടവും ദുരിതവും ഒക്കെയാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അത്രയൊന്നും നമ്മൾ പോകത്തൊന്നും ഇല്ലായിരിക്കാം. അത്രയും കാലത്തേക്കേ ഉള്ളൂ. അപ്പൊ അതിൽ കൂടുതൽ കാലം ദൈവത്തോടു കൂടെ വസിക്കേണ്ടവരാ നമ്മളല്ലേ. കോടാനുകോടി യുഗങ്ങളൊക്കെ എന്ന് പറയുന്നുണ്ട്. ആ നിത്യത വരെ, നിത്യത എന്ന് പറഞ്ഞാൽ എന്തില്ലാത്തതാ. അത്രയും കാലം ദൈവത്തോട് കൂടെ ജീവിക്കണമെങ്കിൽ നമ്മള് ഏത് കാര്യമാണ് നോക്കേണ്ടത്? അപ്പം ഈ ഭൂമിയിലെ കാര്യങ്ങളാണോ നോക്കേണ്ടത്, സ്വർഗത്തിലെ കാര്യങ്ങളാണോ നോക്കേണ്ടത്? അപ്പം സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണർ ആകുവീൻ. പത്രോസിന്റെ ലേഖനം പറയുന്നത്, ഇപ്പം കർത്താവ് അങ്ങനെ പറഞ്ഞു, അത് പർവ്വത പ്രസംഗത്തിൽ പറഞ്ഞു. പക്ഷേ ഈ ഭൂമിയിലായിരിക്കുന്ന അപ്പോസ്തലന്മാരും അത് തന്നെയല്ലേ പറഞ്ഞത്? പൗലോസ് പറഞ്ഞു നിങ്ങൾ ഭൂമിയിലുള്ളതല്ല സ്വർഗത്തിലുള്ളത് തന്നെ നോക്കുവാൻ പറഞ്ഞു. പത്രോസ് പറയുകയാണ്, 1 പത്രോസ് 1:15 മുതലുള്ള വാക്യങ്ങൾ. 1 പത്രോസ് 1:15 മുതലുള്ള വാക്യങ്ങൾ. നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണയുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവേൻ. ഒരു നടപ്പിലല്ല, എല്ലാ നടപ്പിലും. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിനെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. മുഖപക്ഷം കൂടാതെ ഓരോരുത്തന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നു എങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം എങ്ങനെ കഴിക്കണം? ഭയത്തോടെ കഴിക്കണം. എന്തുകൊണ്ടാ ഭയത്തോട് കഴിക്കേണ്ടത്? കാരണം നമ്മുടെ ജീവിതകാലം ഇവിടെ വരെ ഉള്ളൂ, അങ്ങ് പോകാനുള്ളവരാ. അപ്പൊ ഈ ലോകത്തിൽ എങ്ങനെ ജീവിക്കുന്നു എന്നനുസരിച്ചായിരിക്കും നമ്മുടെ അവിടുത്തെയുമുള്ള ജീവിതം, എങ്ങോട്ട് പോകുന്നു എന്നുള്ള ജീവിതം. അതുകൊണ്ട് ഭയത്തോടെ കഴിപ്പീൻ. കാരണം വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നു വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട് അത്ര എന്ന് നിങ്ങൾ അറിയുന്നല്ലോ. നമ്മൾ ഇതൊക്കെ ഉണ്ടല്ലോ കാണാതെ പറഞ്ഞു പഠിച്ചു പോകുന്ന വാക്യങ്ങളാ, പക്ഷെ അതിനകത്തൊക്കെ എന്തോരം അർത്ഥമുണ്ടല്ലേ. നമ്മൾ വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ ഒരു നടപ്പിൽ നിന്നാണ് ഈ ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾക്ക് അടിമപ്പെട്ടിരുന്നു. ഒരിക്കലും ദൈവത്തെങ്കിലേക്ക് വരുവാനായിട്ട് യോഗ്യത ഇല്ലായിരുന്നു. നമ്മളെ വീണ്ടെടുത്തത് പൊന്നുവെള്ളിയൊന്നും കൊണ്ടല്ല, അതൊക്കെ ഇവിടെ അഴിഞ്ഞു പോകുന്നതാ. അഴിഞ്ഞു പോകാത്ത ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായി കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട് അത്രയും നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, അന്ന് നിങ്ങൾ, നമ്മുടെ ആ വാക്യത്തിലേക്ക് വരാം, എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളായവർക്ക് കീഴ്പ്പെട്ടിരുന്നു. അപ്പൊ ഇത്രത്തോളം വലിയൊരു രക്ഷയെ കൊണ്ടുവന്നപ്പോൾ അപ്പൊ ഇവിടെ എന്താ പറ്റിയത്? ഗലാത്യ സഭയിലെ വിശ്വാസികൾ വിഗ്രഹാരാധനയിൽ നിന്ന് ജീവനുള്ള ദൈവത്തിങ്കലേക്ക് വന്നവരാ അല്ലെ. വന്നിട്ട് അവരെപ്പോ എന്തോ ചെയ്യുന്നേ? ആ ലോകത്തിന്റെ ആദിപാഠങ്ങളിലേക്കല്ല പോകുന്നത്, വേറൊരു ദരിദ്രവും ബലഹീനവുമായ പാഠങ്ങളിലേക്ക് പോവുകയാന്നാ പറഞ്ഞത്. അപ്പൊ ഒന്നിൽ നിന്നും അടിമത്തത്തിൽ നിന്നും ദൈവം വീണ്ടെടുത്ത് സ്വതന്ത്രരാക്കിയപ്പോൾ അവര് വേറൊന്നിന് അടിമപ്പെടാനായിട്ട് പോയിരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് പറഞ്ഞത്, എന്നാൽ
അന്ന് നിങ്ങൾ ദൈവത്തെ അറിയത് സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക്. കാരണം യഥാർത്ഥമായി ദൈവമല്ലാത്തവർക്ക് വിഗ്രഹങ്ങളുടെ പുറകെ പോയി വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടത്തുന്നൊക്കെയാ നമ്മള് എഫെസ്യ ലേഖനത്തിലൊക്കെ വായിക്കുന്നത്. എഫെസ്യ ലേഖനം 2:1 തൊട്ട് 3 വരെ പറയുമ്പം അപ്പൊ അതാ എല്ലാവരെയും ഉദ്ദേശിച്ചാ പറയുന്നത്. എങ്ങനെയായിരുന്നു നമ്മള് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിന്റെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു ജഡത്തിനും മനോവികാരത്തിനും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു. ശക്തിയില്ലാത്ത, ജീവനില്ലാത്ത, ജീവൻ നൽകാത്ത മറ്റുള്ളതിന്റെ ഒക്കെ പുറകെ പോയി. എഫെസ്യ ലേഖനം 4 പറഞ്ഞ് വായിക്കുന്നില്ല. ഹൃദയകാരുണ്യ നിമിത്തം ദൈവത്തിന്റെ ജീവനിൽ പകർന്ന് നാം മനം തഴമ്പിച്ചു പോയവരായിരുന്നു. അതിൽ നിന്നാണ് ദൈവം നമ്മളെ വിടുവിച്ചത്. കൊരിന്ത്യരോട് പറയുന്നു, നിങ്ങൾ ജാതികളായിരുന്നപ്പോൾ ഊമ വിഗ്രഹങ്ങളുടെ അടുക്കൽ പോവുക പതിവായിരുന്നു എന്ന് പറയുന്നു. അതുപോലെ തന്നെ റോമാലേഖനത്തിൽ പറയുന്നു, അവർ അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യൻ ഇഴജാതി, നാൽക്കാലി എന്നിവയുടെ രൂപസദൃശ്യമാക്കി കളഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ടല്ലേ. അങ്ങനെയൊക്കെ ഒരു അനുഭവത്തിൽ നിന്നും നമ്മൾ വിഗ്രഹങ്ങളുടെ പുറകെ പോയില്ലേലും, വിഗ്രഹങ്ങളുടെ പുറകെ പോയില്ലെന്നൊന്നും പറയാനൊക്കത്തില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. അതിൽ നിന്നൊക്കെ ദൈവം നമ്മെ വിടുവിച്ച് ദൈവത്തിന്റെ പുത്രന്റെ രാജ്യത്തിലാക്കി തീർത്തേ. കൊലോസ്യ ലേഖനത്തിന്റെ ഭാഷയിൽ പറഞ്ഞ ഇരുട്ടിന്റെ അധികാരത്തിൽ നമ്മെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി തീർക്കുകയാണ്. കുറെ വാക്യങ്ങൾ എഴുതി വെച്ചിട്ട് ഞാൻ ഒന്നും വായിക്കുന്നില്ല. നമുക്ക് 9-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. 9-ാമത്തെ. അപ്പൊ ആ ഒരവസ്ഥയായിരുന്നു. ദൈവത്തെ അറിയാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒന്നീ വിഗ്രഹങ്ങൾക്ക് പോകുന്ന, അല്ലെങ്കിൽ വേറൊന്നിന്റെ അടിമയായി പോകുന്ന, അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന് എന്തുവായാലും അടിമത്തമായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ ആ സ്വാതന്ത്ര്യത്തിനകത്തല്ലാത്ത എല്ലാം ആ ഒരു അടിമത്തത്തിൽ ആയിരുന്നു അവരെ. ക്രിസ്ത്യാനികൾ നമ്മൾ പറയുന്ന ന്യായപ്രമാണത്തിന്റെ അടിമത്തത്തിലായിരുന്നു എന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും, പക്ഷെ ജാതികളായി വന്നവർ ഗലാത്യ വിശ്വാസത്തിലെ കുറിച്ച് പറയുമ്പോൾ അവർ വിഗ്രഹങ്ങൾക്ക് അടിമയായിരുന്നു, മറ്റു പലതിനും അടിമയായിരുന്നു എന്ന് പറയാം. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവയ്ക്ക് പുതുതായി അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എങ്ങനെയാ? അപ്പൊ അവര് അടിമത്വത്തിലായിരുന്നു. ദൈവം സ്വതന്ത്രരാക്കി. പിന്നെയും അവര് വേറൊരു അടിമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പോയി എന്ന് പറയാല്ലേ, പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇത്ര വേഗത്തിൽ വിളിച്ചവനെ വിട്ടുമറിഞ്ഞു പോയെന്നല്ലേ പറയുന്നത്, 1-ാം അധ്യായത്തിൽ പറയുന്നത്. അപ്പൊ ആ അവസ്ഥയിലേക്ക് അവരായിത്തീർന്നു. അപ്പൊ ഊമവിഗ്രഹങ്ങളെ വിട്ട് ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് വന്നു. പക്ഷെ ഇവിടെ അതിൽ നിന്നും വ്യത്യസ്തമായ ന്യായപ്രമാണത്തിനും അതിന്റെ ആചാരങ്ങൾക്കും അടിമത്വത്തിലേക്ക് വീണ്ടും പോയിരിക്കുകയാണ് എന്ന്. ഇവിടെ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞും ഇരിക്കെ. അപ്പൊ ഇവിടുത്തെ ആ സ്ട്രെസ് ചെയ്തേക്കുന്ന അല്ലെങ്കിൽ ഊന്നൽ കൊടുത്തേക്കുന്ന വേർഡ് ദൈവം നമ്മെ അറിഞ്ഞു. അപ്പം നമ്മുടെ ഇപ്പൊ ഗലാത്യ ലേഖനത്തിലെ കാര്യം ഗലാത്യ വിശ്വാസികളുടെ ആ ഒരു കാര്യം അത് കഴിഞ്ഞു പോട്ടെ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കെ, ദൈവം നമ്മെ നാം ദൈവത്തെ അറിഞ്ഞും ദൈവം നമ്മെ അറിഞ്ഞും ഇരിക്കെ. അപ്പൊ ദൈവത്തെ അറിയണം, അത് ശരി തന്നെയാ. അതിലുപരിയായി ദൈവം നമ്മെ അറിയണം. ദൈവം നമ്മെ അറിഞ്ഞത് കൊണ്ടല്ലേ നാം ദൈവമക്കളായി തീർന്നത്, അല്ലേ? ഇപ്പം നമ്മള് ദൈവത്തെ അറിയുക, ദൈവം നമ്മെ അറിയുക. ഒരു എക്സാമ്പിൾ ഒന്ന് പറഞ്ഞാല്, ഇപ്പൊ ട്രംപ് പ്രസിഡന്റ് ആയി, എല്ലാവർക്കും ട്രംപിനെ അറിയാം, അല്ലേ? പക്ഷെ ട്രംപിന് എത്ര പേരെ നമ്മളെ അറിയാം? ആരെ അറിയത്തില്ല, അല്ലേ? അപ്പൊ ആ ഒരു ചിന്ത ചോദിച്ചു നോക്കി. അപ്പൊ എല്ലാവർക്കും ദൈവത്തെ അറിയാം, പക്ഷെ ദൈവത്തിന് ആരെയൊക്കെ അറിയാം? ആ ഒരു ഉദാഹരണമാണ്, ആ ഒരു രീതിയിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം യോഹന്നാന്റെ സുവിശേഷം 6:44 പറയുന്നുണ്ട്, പിതാവ് നമ്മെ ആകർഷിച്ചതാ, അല്ലേ? വായിക്കാം. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. അപ്പം പിതാവിനാൽ ആകർഷിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. യോഹന്നാന്റെ സുവിശേഷം 15:16 പറയുന്നു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്ത് നല്ല ഫലം കായ്പാനായിട്ട് ആക്കി വെച്ചിരിക്കുക എന്ന് പറഞ്ഞു. 1 യോഹന്നാൻ 4:19 എടുക്കണ്ട.
അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചത് കൊണ്ട് നാം അവനെ സ്നേഹിക്കുന്നു. അപ്പം ദൈവം നമ്മെ സ്നേഹിച്ചത് കൊണ്ട് നാം ദൈവത്തെ സ്നേഹിക്കുന്നു. എപ്പോഴാ ദൈവം നമ്മെ സ്നേഹിച്ചത്? നിത്യ സ്നേഹത്താൽ. ആകാശവും ഭൂമിയും ഉണ്ടാകുന്നതിന് മുമ്പേ ആദികാല നിത്യതയിൽ ദൈവം നമ്മെ തെരഞ്ഞെടുത്തതാണ്. അപ്പം ദൈവം നമ്മെ സ്നേഹിച്ചു. പിന്നെ ദൈവത്തെ അറിഞ്ഞു എന്ന് പറഞ്ഞവരെ കുറിച്ച് ദൈവം പറയുന്ന കുറച്ച് വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. മത്തായി സുവിശേഷം 21, 22, 23 വാക്യം. അപ്പം ദൈവത്തെ അറിയുകയും ദൈവം നമ്മെ അറിയുകയും എന്ന് പറയുന്നതിന്റെ ഒരു ബെസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് ആ വാക്യം. മത്തായി സുവിശേഷം 7:21, 22, 23. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ ചെയ്തിട്ടില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവീനെന്ന് തീർത്തു പറയും. ഈ വാക്യമൊക്കെ വായിക്കുമ്പോൾ നമ്മൾ വളരെ ഭയത്തോട് വായിക്കേണ്ട വാക്യങ്ങളാണ്. നമ്മളും പറയും നമ്മൾ ദൈവത്തിന്റെ പേരിൽ എന്താണ്ടൊക്കെ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ടല്ലേ. അപ്പൊ നമ്മള് ഓരോ ദിവസവും നമ്മുടെ വിശ്വാസത്തെ ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. കൊരിന്ത്യ ലേഖനത്തിലെ പൗലോസ് കൊരിന്ത്യരോട് ചോദിച്ച ഒരു ചോദ്യമുണ്ടല്ലോ 13-ാം അധ്യായത്തില്, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്ന് നിങ്ങളെ തന്നെ പരിശോധിപ്പിൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. ഓരോ വാക്യങ്ങളും വായിക്കുമ്പോൾ അത് നമുക്കും ഒരു തിരിച്ചറിവിന് കാരണമായി തീരണം. കാരണം ഈ വാക്യങ്ങളൊക്കെ മത്തായി സുവിശേഷം 7:22, 23 വായിക്കുമ്പോൾ ഞങ്ങള് കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, വീര്യപ്രവൃത്തികൾ ചെയ്തില്ലയോ? പക്ഷെ കർത്താവ് അവരോട് പറയുന്നത് എന്താ? ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ അവരോട് പറയുകയാണ്, നിങ്ങൾ പിന്നെയും വീണ്ടും അടിമത്തത്തിന്റെ അവസ്ഥ. ഒരിക്കൽ അടിമകളായിരുന്നു, സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിങ്കലേക്ക് വന്ന് വീണ്ടും അടിമത്തത്തിലേക്ക് പോകുന്നു. വീണ്ടും പഴയതല്ലെങ്കിൽ വിഗ്രഹങ്ങളിൽ നിന്ന് വന്നവർ പക്ഷെ ന്യായപ്രമാണത്തിന്റെ ആദിപാഠങ്ങളിലേക്ക് പോകുന്നു. അതിന്റെ ഒരു വിശേഷണം ഒന്ന് നോക്കിയേ. ദരിദ്രവും ബലഹീനവുമായ ആദ്യ പാഠങ്ങളിലേക്ക് തിരിഞ്ഞ് വീണ്ടും അവതയ്ക്ക് പുതിയതായി അടിമപ്പെടുവാൻ പോകുന്ന പറയുന്നത്. അപ്പം ആ ഒരു സമൃദ്ധിയിലേക്ക് അല്ലെങ്കിൽ പക്വതയിലേക്ക് പോകേണ്ടതിന് പകരം ദരിദ്രവും ബലഹീനവുമായ ഒന്നിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഇപ്പം ജുഡൈസേഴ്സ് അല്ലേ, അവരുടെ വന്ന ലീഗലിസ്റ്റ് അല്ലേ, അവരുടെ ഇടയിൽ വന്ന യഹൂദ മതാനുസാരികൾ അവരുടെ ഇടയിൽ വന്നിട്ട് രക്ഷയ്ക്കായി വിശ്വാസം മാത്രം പോലെ ന്യായപ്രമാണത്തിന്റെ കുറെ പ്രവൃത്തി കൂടെ ചെയ്യണമെന്ന് അവരോട് പറഞ്ഞത് കൊണ്ട് അവര് സർക്കംസിഷൻ മുതലായ അല്ലെങ്കിൽ ആ പരിച്ഛേദന, വിശുദ്ധ ദിനങ്ങൾ, ഭക്ഷണ നിയമങ്ങൾ എന്നിവ അല്ലെങ്കിൽ സെറിമോണിയൽ ലോസ് എല്ലാം ആചരിക്കാനായിട്ട് അവരിടയായി തീർന്നു. അപ്പം പൗലോസ് വീണ് പോയി എന്ന് പറഞ്ഞപ്പോൾ ഓൾറെഡി അവർ പോയി കഴിഞ്ഞു അതിന്റെ പിന്നാലെ. അപ്പം രക്ഷിപ്പാനോ നമ്മെ സമ്പന്നരാക്കുവാനോ അല്ല ക്രിസ്തുവിൽ പക്വതയുള്ളവരാക്കി തീർക്കാനോ കഴിയാത്ത ചില ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠത്തിലേക്ക് അവര് പോകുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പം പക്ഷെ ദൈവത്തിന്റെ വചനം എന്തുവാ? നമ്മളെ രക്ഷിക്കുന്നതാണ്, നമ്മളെ ആത്മീയ പക്വതയുള്ളവരാക്കാണ്, ക്രിസ്തുവിൽ നമ്മെ സമ്പന്നരാക്കുന്നതാണ്. പക്ഷെ ന്യായപ്രമാണത്തിന്റെ ആ ചെയ്തികളിൽ, ന്യായപ്രമാണത്തിന്റെ അകത്ത് ദൈവത്തിന്റെ വിശുദ്ധ കൽപ്പനകളാണ് അത്. പക്ഷേ പരീശന്മാരും സദൂക്യരും എല്ലാവരും കൂടെ ചേർന്ന് അവരുടേതായ രീതിയിൽ അതിനെയൊക്കെ അഴിച്ചു പിടിച്ച് പഠിപ്പിക്കുകയൊക്കെയാണ് ചെയ്തത്. പക്ഷെ അപ്പൊ ആ ന്യായമായി അതിന്റെ യഥാർത്ഥമായ അർത്ഥങ്ങളിലേക്ക് പോകാതെ ബാഹ്യമായ ചില ക്രിയകളൊക്കെ ചെയ്ത് രക്ഷ പ്രാപിക്കും എന്നൊക്കെ വിചാരിച്ചവര് വ്യാമോഹിച്ച് ഒരു മൂഢ സ്വപ്നത്തിലായി അങ്ങനെ നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ മറ്റുള്ളവരെയും അതിലേക്ക് അടിമപ്പെടുത്തുവാനാണ് ഇവരെല്ലാം ആഗ്രഹിക്കുന്നത്. ചില കാര്യങ്ങളൊക്കെ ചെയ്ത് രക്ഷ പ്രാപിക്കാം എന്നുള്ള രീതിയിൽ അവരായിട്ട് ഇവരെയും കൂടെ അതിലേക്ക് നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ രക്ഷിപ്പാൻ കഴിയാത്ത ഒരു പ്രമാണത്തിലേക്കാണ് അവര് പോകുന്നത്. അപ്പൊ നമ്മൾ പഠിച്ചാണ്, ന്യായപ്രമാണം രക്ഷിപ്പാൻ കഴിയില്ല, ജീവൻ നൽകാൻ കഴിയുന്നില്ല, അത് ബലഹീനമാണ്, അത് ദരിദ്രമാണ്. അപ്പൊ ഒരിക്കൽ ക്രിസ്തുവിലേക്ക് വന്നവർ അല്ലെങ്കിൽ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും അനുഭവിച്ചവർ വെറുതെ ഇരുന്നവരല്ല, നല്ലോണം ദൈവികമായ നമ്മൾ 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ജഡം കൊണ്ടോ സമാപിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ടല്ലേ. അപ്പൊ ആ ഒരു അവസ്ഥയിലായിരുന്നവർ വീണ്ടും ബലഹീനമായ ഒരു കാര്യത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു
പഴയതിൽ നിന്നും പുതിയത് നല്ല സ്വർഗീയമായ കാര്യങ്ങളെ അവകാശമാക്കിയതിനു ശേഷം ആ ദരിദ്രമായ ഒന്നിലേക്ക് പോകുന്നു. അവരുടെ ആ പരിതാപകരമായ അവസ്ഥയാണ് പറയുന്നത്. അപ്പൊ താഴത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, 10ാമത്തെ വാക്യം എന്നാ പറയുന്നത്? നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നുണ്ട്. പഴയ അവസ്ഥയിലും വിഗ്രഹങ്ങളെ ആരാധിച്ച അവസ്ഥയിലും അവർ ഇത് തന്നെയല്ലായിരുന്നോ ചെയ്യുന്നത്? പിന്നെ ഇവിടെ വന്നതിന് ശേഷം വ്യത്യാസം എന്താ വന്നേക്കുന്നത്? ഒന്നുമില്ല. നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. എന്ന് വെച്ചാൽ ഈ അവരൊക്കെ ഉപയോഗിച്ചിരുന്ന കലണ്ടർ എന്ന് പറഞ്ഞ യഹൂദ മതപ്രകാരമുള്ള കലണ്ടർ ആയിരുന്നു അവരൊക്കെ ഉപയോഗിച്ചിരുന്നതെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ശബത്തെ, ഉത്സവങ്ങളെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവർ അതൊക്കെ ആഘോഷിക്കുന്ന, അല്ലെങ്കിൽ അവര് അതൊക്കെ പ്രമാണിക്കുന്ന അവസ്ഥയിൽ അവരായി തീരുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പം ന്യായപ്രമാണത്തിലേക്ക് അവര് ചാഞ്ഞുപോയി, അല്ലെ അവര് വീണുപോയി എന്ന് പറയുന്നു. ഇന്നത്തെ ലോകത്തും അത് തന്നെയാണ് കാണുന്നത്, അല്ലെ? പ്രത്യേകിച്ച് ന്യൂജൻ ചർച്ചസിലൊക്കെ. അപ്പൊ ആ ദൈവത്തിന്റെ സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ചതിന് ശേഷം വീണ്ടും അവര് പല കാര്യങ്ങളാൽ ആകർഷിക്കപ്പെട്ട് അവര് ദൈവത്തിൽ നിന്ന് മാറിപ്പോകുന്ന അവസ്ഥയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എബ്രായ ലേഖനം 10ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ, 10ന്റെ 26ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, സത്യത്തിന്റെ പരിജ്ഞാനം വായിക്കാം. എബ്രായർ 10:26. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായൊരു പ്രതീക്ഷയും എതിരുകളെ ദഹിപ്പാനുള്ള കോപാഗ്നിയുള്ളു. എന്താണ്? പുത്രന്റെ രക്തത്താൽ നാം വീണ്ടെടുക്കപ്പെട്ടവരാ, അല്ലേ? ഞാൻ എപ്പോഴും ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, നമ്മള് സത്യവചനം കേട്ടിട്ട് സത്യവചനം കേട്ട് ദൈവത്തിങ്കലേക്ക് വന്നവരാ, അല്ലെ? ജീവനുള്ള വചനത്താൽ ജനിക്കപ്പെട്ടവരാണ് നമ്മള്. പക്ഷെ നമ്മള് പല വചനങ്ങള് കേൾക്കാറുണ്ട്, പല പ്രസംഗങ്ങൾ കേൾക്കാറുണ്ട്. പക്ഷെ സത്യവചനം മനസ്സിലാക്കിയവർ ഈ സത്യത്തിൽ നിന്ന് മാറിക്കൊണ്ട് പോകുന്ന വചനം കേൾക്കുമ്പോൾ രണ്ടാമതൊന്നും ആലോചിക്കാത്തത് എന്താ? ഇത് ശരിയാണോ തെറ്റാണോ എന്നല്ലേ? എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ദൈവം ഒരു ആത്മാവിനെ തന്നിട്ടുണ്ട്. നമ്മൾ തെറ്റാണെന്ന് തോന്നിയെന്ന് നമുക്ക് മനസ്സിലാകും അത്. പക്ഷെ വീണ്ടും അതിലേക്ക് തന്നെ കർണരസമാകുമാറ് അതിലേക്ക് പോകുമ്പോൾ പതിയെ പതിയെയാ പോകുന്നത്, അല്ലേ? ആ നമുക്ക് ചില കാര്യങ്ങൾ, ചില വചനങ്ങൾ കേൾക്കുമ്പോൾ നല്ല പ്രാസമൊക്കെ വെച്ചേക്കും, നല്ലൊരു ഇൻട്രസ്റ്റ് ആകും. പക്ഷെ ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാകും അത് സത്യവചനമല്ല, എന്തിലേക്കോ കൊണ്ടുപോവുകയാണെന്ന്. പക്ഷെ പിന്നെയും നമ്മൾ അത് തന്നെ ചെവി ചായ്ച്ച് കണ്ടിരുന്നാല് അത് തന്നെ പിന്നെ കേൾക്കുവാനായിട്ട് ഇടയായി തീരും. നമ്മൾ ഒന്നും വേണ്ട, നമ്മൾ ദൈവവചനം കേൾക്കുന്നവര് വേറെ ടിവിയിൽ എന്തോ കാര്യങ്ങൾ കുറച്ചു നേരം ഒന്ന് കേട്ട് കഴിഞ്ഞാൽ ആ കാര്യങ്ങളായിരിക്കും നമ്മുടെ ചെവിയിൽ പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെ? അങ്ങനെയാവുമ്പോൾ സത്യവചനത്തിൽ നിന്ന് നമ്മെ മാറ്റുന്ന എത്രയോ കാര്യങ്ങളുണ്ട്. കാരണം പല പ്രസംഗങ്ങളും നമ്മെ ലോകത്തിലേക്ക് തിരിക്കുന്ന, ആ ക്രിസ്തുവിലേക്ക് തിരിക്കുന്ന മെസ്സേജിന് പകരം ലോകത്തിലേക്ക് തിരിക്കുന്ന മെസ്സേജ്, അത് കേൾക്കുമ്പോൾ നാം ദൈവത്തിന്റെ ശക്തിയാൽ ജനിക്കപ്പെട്ടോ, ദൈവവചനത്താൽ ജനിക്കപ്പെട്ടോ, നമ്മൾ രണ്ടാമതും ഒന്ന് ആലോചിക്കണം. നാം വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നമ്മെ തന്നെ ശോധന ചെയ്യുവിൻ, നമ്മെ തന്നെ പരീക്ഷിപ്പിൻ. നമ്മള് കൊലോസ്യ ലേഖനത്തിലും നമ്മൾ കാണുന്നുണ്ട്, അവരും ആ ഭക്ഷണപാനീയങ്ങൾ, സബത്ത് എന്നിവ സംബന്ധിച്ച കാര്യങ്ങളിലെല്ലാം പോയ അവസ്ഥയിലായിത്തീർന്നു. പക്ഷെ ഇവിടെ കൊലോസ്യ ലേഖനം എഴുതുന്നത് 5 വർഷം വിശ്വാസത്തിൽ 5 വർഷം കഴിഞ്ഞവർക്ക്. പക്ഷെ ഇത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ വായിച്ചവൻ പറയുന്നത് 1 വർഷം, 1.5 വർഷം, 2 വർഷത്തിനകത്താണ് ഈ ഗലാത്യര് പോയത്. എന്തോ ഇത്രത്തോളം പൗലോസിന്റെ വചനം കേട്ട്, അല്ലെ പൗലോസ് പറഞ്ഞ ദൈവവചനം കേട്ട് 3 മിഷണറി യാത്ര അവിടെ പോയത്. എന്നിട്ട് എത്ര പെട്ടെന്നാ മറ്റേ അവരിങ്ങോട്ട് ജൂഡൈസേഴ്സ് ഇങ്ങ് വന്ന് അവരുടെ മനം കവർന്നു കളഞ്ഞതല്ലേ? അപ്പം നമ്മൾക്കറിയാം ചില സുവിശേഷകരെന്ന് പറയുന്നവര് കർണരസമാകുമാറ് നമ്മളെ മോഹത്തിലേക്ക് നയിക്കുന്ന വാക്കുകൾ കേട്ടാൽ നമ്മളും അങ്ങോട്ട് പോകാനായിട്ട് തരും. അതുകൊണ്ട് കേൾക്കുന്നതെല്ലാം നമ്മൾ വിഴുങ്ങിക്കളയാതെ നാം രണ്ടാമതൊന്നുകൂടെ ചിന്തിക്കണം. ഇത് ദൈവത്തിന്റെ വചനമാണോ? ഇത് നമ്മെ ക്രിസ്തുവിലേക്കാണോ നയിക്കുന്നത്, അല്ലെങ്കിൽ നമ്മെ ലോകത്തിലേക്കാണോ നയിക്കുന്നത് എന്ന് നാം നോക്കണം. കൊലോസ്യ ലേഖനം 2:14 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു പോകാം. ഒത്തിരി വായിക്കുന്നത് 3-4 വാക്യം, കുറെ വാക്യങ്ങളുണ്ട്. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞ് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടായി ഒരു പരിശുദ്ധമായ കാഴ്ചയാക്കി. അപ്പൊ ആ ഒരു അവസ്ഥയിൽ നമ്മളെ പഴയ പാഠങ്ങളിലായിരുന്ന നമ്മെ അതിൽ നിന്നൊന്നും ഇനി പോകേണ്ട കാര്യമില്ല. ക്രിസ്തു
നമ്മെ ക്രൂശിൽ വെച്ച് ആ സാത്താന്റെ ആ തന്ത്രങ്ങളെല്ലാം നമ്മെ വിടുവിച്ചതാ അല്ലേ? നമ്മൾ ക്രിസ്തു ക്രൂശിൽ ജയോത്സവം കൊണ്ടാടിയിട്ട് മറ്റുള്ളവരെയെല്ലാം പരസ്യ കാഴ്ചയാക്കി തീർത്തതാ. ആ ഒരു അവസ്ഥയിലാണ് ആ വിശ്വാസം, ആ ക്രിസ്തുവിൽ നാം വിശ്വസിക്കുമ്പോഴാണ് നമ്മള് ദൈവമക്കളായി തീർന്നത്. ഇനി നമുക്ക് ആ പഴയ പാഠങ്ങളിലേക്കൊന്നും പോകേണ്ടതില്ല. 16-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യത്തിൽ ആരും നിങ്ങളെ വിധിക്കരുത്. നിങ്ങൾ അങ്ങനെയൊന്നും പോകരുതെന്നാ പറയുന്നത്. 21-ാമത്തെ വാക്യം 21, മനുഷ്യകൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും അനുസരണമായി പിടിക്കരുത്, രുചിക്കരുത്, തുടരുത് എന്നുള്ള ചട്ടങ്ങൾക്ക് നിങ്ങൾ ഇനി കീഴ്പ്പെടുന്നത് എന്താ? ഇതെല്ലാം ഉപയോഗത്തിൽ നശിച്ചു പോകുന്നു. അപ്പൊ ഇനി അതിന്റെ കാര്യം ഒന്നും വേണ്ട. അത് കഴിഞ്ഞ് അവസാനം 2-ാമത്തെ അധ്യായം കഴിഞ്ഞിട്ട് 3-ാമത്തെ അധ്യായത്തിന് തുടക്കത്തില് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് എന്താ? ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ഉയരത്തിലിരിക്കുന്ന ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നിടമായി ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിപ്പിൻ, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. അപ്പൊ നമ്മളെ വിലയ്ക്ക് വാങ്ങിയ സകലവും ക്രിസ്തു നമ്മെ വിലയ്ക്ക് വാങ്ങി. നാം ക്രിസ്തുവിനുള്ളത് ചിന്തിക്കേണ്ടവരാണ്. ഓക്കെ, നമുക്ക് ആ വാക്യം അപ്പൊ നമുക്കറിയാം അവര് ആ പഴയ ഇതിൽ നിന്ന് ദൈവം അവരെ വിടുവിച്ചു. അവരെ ഒരിക്കൽ ദൈവത്തെ അറിയാതിരുന്നു, എന്നിട്ട് ഇപ്പോഴും ദൈവത്തെ അറിഞ്ഞും ദൈവം അവരെ അറിഞ്ഞുമിരിക്കെ അവൾ വീണ്ടും ആദ്യ പാഠങ്ങളിലേക്ക് പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദരിദ്രമായ ന്യായപ്രമാണത്തിന്റെ അകത്തേക്ക് പോയി. ദിവസങ്ങളും ആ ന്യായപ്രമാണത്തിന്റെ സെറിമോണിയൽ ലോസ് ഒക്കെ അവര് അനുഷ്ഠിക്കാനായിട്ട് പോയി. അതിനിപ്പോൾ അടിമപ്പെട്ടിരിക്കുകയാണ് എന്ന് പറയുന്നത്. അപ്പൊ പൗലോസിന്റെ ഒരു മനോവ്യസനം കണ്ടോ? 11-ാമത്തെ വാക്യം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെയായി എന്ന് ഭയപ്പെടുന്നു. പൗലോസ് അധ്വാനിച്ചത്, അപ്പൊ സുവിശേഷ വേലയ്ക്ക് ഒരു അധ്വാനമുണ്ട്. അപ്പൊ എങ്ങനെയാ അധ്വാനിച്ചത്? എത്രത്തോളം കഷ്ടപ്പാടുകൾ സഹിച്ചാണ്. സുവിശേഷം പറഞ്ഞതിന് ബുദ്ധിമുട്ടൊന്നുമില്ല, പറഞ്ഞാൽ മതി. പക്ഷെ എത്ര കഷ്ടം സഹിച്ചാണ് ഗലാത്യയിൽ എത്തിയതും അവരോട് സുവിശേഷം അറിയിച്ചിരുന്നത്. അപ്പം ഒരു വലിയ പ്രയത്നത്തോടെയാണ് പൗലോസ് അവിടെ എത്തിച്ചേർന്നത്. ആ സുവിശേഷം അറിയിക്കാനാണ് ആ സ്ഥലങ്ങളിൽ അന്ന് റോഡ് മാർഗത്തിലാണ് സഞ്ചരിച്ചിരുന്നത്. നല്ല മാർഗങ്ങളൊന്നും ഇല്ലായിരുന്നു. കടലിലും സമുദ്രത്തിലും കരയിലൂടെ ഒക്കെ സഞ്ചരിച്ച് വളരെ ദിവസങ്ങൾ, വളരെ മാസങ്ങൾ എടുത്ത ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. അത്രത്തോളം പ്രയത്നമായിരുന്നു അന്ന് സുവിശേഷം പ്രചരിപ്പാനായിട്ട് ഉണ്ടായിരുന്നത്. അപ്പൊ ആ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് പൗലോസ് പറയാ, നിങ്ങൾ പഴയതിന്റെ പിറകെ പോയില്ലേ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെയായി എന്ന് പറയുന്നുണ്ട്. കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ പൗലോസ്, എനിക്ക് സകല സഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന ഒരു ഭാരവും കൂടി ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ കൊരിന്ത്യർ ലേഖനം 11-ാം തീയതി പറയുന്നത്, നിങ്ങൾ ക്രിസ്തുവിനോടുള്ള നിർമ്മലതയും ഏകാഗ്രതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ താൻ പോയ സഭകളിലെല്ലാം വീണ്ടും വീണ്ടും സഞ്ചരിച്ച്, തനിക്കാകുന്നിടത്തോളം വീണ്ടും വീണ്ടും സഞ്ചരിച്ച് അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുക. അന്ന് നമ്മൾക്ക് ഇപ്പോൾ ഉള്ള പോലെ വചനങ്ങളൊന്നും അവരുടെ കയ്യിൽ എഴുതി കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് വീണ്ടും വീണ്ടും പോയി അവിടെ ചെന്ന് അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയാണ്. അതുപോലെ തന്നെ പൗലോസ് നമ്മൾ എല്ലാ ലേഖനങ്ങളിലും കാണുന്നത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പൗലോസിനെയാണ് കാണുന്നല്ലേ. റോമാലേഖനങ്ങളും ഞാൻ ഇടവിടാ നിങ്ങളെ ഓർത്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥന എപ്പോഴും യാചിക്കുന്നു എന്നുള്ളതിന് ദൈവം സാക്ഷി എന്നാ പറയുന്നത്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ സഭകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന പൗലോസിനെയാ കാണുന്നത്. അപ്പൊ ഇപ്പൊ ഇവര് അവിടുന്ന് മാറിപ്പോയപ്പോൾ പൗലോസിനുള്ള വിഷമോ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെയായി എന്ന് ഭയപ്പെടുന്നു. കൊരിന്ത്യരെ കുറിച്ച് ഭയപ്പെട്ടിട്ടുണ്ടായി. പക്ഷെ അതുപോലെ നമുക്കറിയാം തെസ്സലോനിക്ക ലേഖനം ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ്. അവരോടും പറഞ്ഞായിരുന്നു. പക്ഷെ അവരെ ഓർത്തും പൗലോസ് വിഷമിച്ചിട്ട് തീമത്തിയോസിനെ അവിടേക്ക് അയക്കുന്നുണ്ട്. പക്ഷെ തീമത്തിയോസ് വന്നിട്ട് അവരെ കുറിച്ച് നല്ല വർത്തമാനം പറഞ്ഞപ്പോൾ പൗലോസ് സന്തോഷിക്കുകയാണ് ചെയ്തത്. നമുക്കൊന്ന് വായിക്കാം, അത് മാത്രം വായിച്ചു പോകാം. 1 തെസ്സലോനിക്കർ 3:4-5. 1 തെസ്സലോനിക്കർ 3:4-5. നാം കഷ്ടം അനുഭവിക്കേണ്ടി വരുമെന്ന് ഞങ്ങൾ നിങ്ങളോടുകൂടെ ഇരുന്നപ്പോൾ മുമ്പ് കൂട്ടി പറഞ്ഞിട്ടുമുണ്ട്. ഔവണ്ണം തന്നെ സംഭവിച്ചു എന്ന് നിങ്ങൾ അറിയുന്നു. ഇത് നിമിത്തം എനിക്ക് ഒട്ടും സഹിച്ചുകൂടാഞ്ഞിട്ട് പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചുവോ, ഞങ്ങളുടെ പ്രയത്നം വെറുതെ ആയിപ്പോയോ എന്ന് ഭയപ്പെട്ട് ഞാൻ നിങ്ങളുടെ വിശ്വാസത്തിന്റെ വസ്തുത അറിയേണ്ടതിന് ആളയച്ചു. ആരെ അയച്ച്? തീമത്തിയോസിനെ അയച്ച. തീമത്തിയോസ് വന്ന് അവരെ കുറിച്ച് നല്ല കാര്യം പറഞ്ഞപ്പോൾ പൗലോസിന് വലിയ സന്തോഷമായി. അപ്പം
പൗലോസ് തന്നെ അല്ല. യോഹന്നാനും ഇത് തന്നെ പറഞ്ഞു. പൗലോസ് ഫിലിപ്പി ലേഖനത്തിൽ പറയുന്നുണ്ട്, ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് എനിക്ക് ക്രിസ്തുവിന്റെ നാളിൽ പ്രശംസ ഉണ്ടാകുമെന്ന് ഫിലിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ? അവരോടാ പറയുന്നേ, സന്തോഷിപ്പീൻ എന്ന് അവരോട് പറയുന്നുണ്ട് അല്ലേ? അപ്പം അതുപോലെ തന്നെ യോഹന്നാൻ അപ്പോസ്തലനും പറയുന്നുണ്ട്, ഞങ്ങളുടെ പ്രയത്നഫലം കളയാതെ പൂർണ്ണ പ്രതിഫലം പ്രാപിക്കേണ്ടതിന് സൂക്ഷിച്ചുകൊള്ളുവിൻ. അപ്പൊ ഒരു വലിയ പ്രയത്നഫലമാണ് ആ ഒരു സുവിശേഷം അറിയിക്കുക എന്നുള്ളത് അന്ന് ഉണ്ടായിരുന്നത്. കാരണം പല ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് അവർ പൗലോസിന്റെ താഴെ നമ്മൾ താഴോട്ട് പോകുന്ന വാക്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. വളരെ അധ്വാനിച്ചാണ് ഓരോ സ്ഥലത്തും പോയി അവര് സുവിശേഷം അറിയിച്ചത്. വളരെ അവരുടെ ജീവനെ പോലും അവര് പണയം വെച്ചാണ് അവര് സുവിശേഷം അറിയിച്ചിരുന്നത്. പൗലോസ് ഗലാത്യരെ കുറിച്ച് വിഷമിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ദൈവത്തിങ്കലേക്ക് വന്നവർ വീണ്ടും പഴയ പാഠങ്ങളിലേക്ക് പോകുമ്പോൾ അതൊരു വീണ്ടും നാശത്തിലേക്ക് പോകുന്ന അവസ്ഥയല്ലേ. അപ്പൊ ആ ഒരു അവസ്ഥ ഓർത്ത് പൗലോസ് ദുഃഖിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത വാക്യം പോകാം. അടുത്ത വാക്യം ഞാൻ 20 വരെയുള്ള വാക്യങ്ങൾ പെട്ടെന്ന് തീർക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. മനസ്സിലാകുന്ന കാര്യം അതുകൊണ്ട് കുറെ വാക്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, ഒന്നും വായിക്കുന്നില്ല, നമുക്ക് ഇങ്ങനെ അങ്ങ് പോകാം. 4:12 സഹോദരന്മാരെ, ഞാൻ നിങ്ങളെ പോലെ ആകിയാൽ നിങ്ങളും എന്നെ പോലെയാകുവാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. നിങ്ങൾ എന്നോട് ഒരു അന്യായവും ചെയ്തിട്ടില്ല. ഇവിടെ നമ്മൾ ഈ വാക്യത്തിൽ കാണുമ്പോഴേ നമുക്ക് ഇവിടെ പൗലോസ് അവരെന്തോ എന്തോ പിന്നെ ഉപദ്രവം ചെയ്തെന്നോ ഒക്കെ അവര് ചിന്തിച്ച് കാണും. പക്ഷെ അതിന്റെ നമുക്ക് ഒന്നും അറിയുന്നില്ല. ചിലപ്പോ അവർക്ക് തന്നെ വിഷമം ഉണ്ടായി കാണും, പൗലോസിനോട് ദേഷ്യപ്പെട്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട, പൗലോസിനോട് പെരുമാറേണ്ട രീതിയിൽ പെരുമാറിയിട്ടില്ല എന്നൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ നമുക്കിതൊന്നും അറിയത്തില്ല. എങ്കിലും പൗലോസ് അവരോട് പറയുകയാണ്, നിങ്ങൾ എന്നോടൊരു അന്യായം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് പൗലോസ് അവരോട് പറയാം, ഞാൻ നിങ്ങളെ പോലെയാകിയ നിങ്ങളും എന്നെ പോലെയാകുവാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അപ്പം പൗലോസ് അവിടെ താമസിച്ചപ്പോൾ അവരിൽ ഒരാളെ പോലെയാണ് താമസിച്ചത്. അപ്പൊ നമുക്കറിയാം, എല്ലാ സ്ഥലത്തും പോകുമ്പോൾ താൻ അവിടെ ആയിരിക്കുന്ന അവരോടുകൂടെ ജീവിക്കാനാണ് ആഗ്രഹിച്ചത് അല്ലെ. ക്രിസ്തുവിന്റെ മാതൃക പിന്തുടരുന്ന ഒരു ശിഷ്യൻ ആകുവാൻ തന്നെയാണ് താൻ എപ്പോഴും ആഗ്രഹിച്ചത്. നമുക്കറിയാം, കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ഞാൻ സ്വതന്ത്രനെങ്കിലും അധികം പേരെ നേടേണ്ടതിന് ഞാൻ എന്നെ തന്നെ എല്ലാവർക്കും ദാസനാക്കി എന്ന് പറയുന്നുണ്ട് അല്ലെ. 9-ാം അധ്യായത്തില് 1 കൊരിന്ത്യർ 9:19 മുതലുള്ള വാക്യങ്ങള് പൗലോസ് പറയുന്നുണ്ട്. താനെ ശരിക്കും ക്രിസ്തുവിന്റെ മാതൃക പിന്തുടർന്നതായിരുന്നു. കർത്താവായ യേശു ക്രിസ്തു സമ്പന്നരായിരുന്നിട്ട് അല്ലെ, ആ ദരിദ്രനായി തീർന്ന അവസ്ഥയെന്ന് പറഞ്ഞതുപോലെ ആ സ്വലോകത്തിന്റെ മഹിമകളൊക്കെ വെടിഞ്ഞ് ദൈവപുത്രൻ ഈ ലോകത്തിൽ വന്ന് ആ ശിഷ്യന്മാരിൽ ഒരാളെ പോലെ ജീവിച്ചു അല്ലെ. അതുപോലെയാണ് പൗലോസും ഇവിടെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അവരിൽ ഒരാളെ പോലെ ജീവിക്കുന്ന പൗലോസിന്റെ അവസ്ഥ. നമുക്കൊന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 9:19 വാക്യങ്ങൾ ഞാൻ വായിച്ചിടാം. 9:19 മുതലുള്ള, ഇങ്ങനെ ഞാൻ കേവലം സ്വതന്ത്രനെങ്കിലും അധികം പേരെ നേടേണ്ടതിന് ഞാൻ എല്ലാവർക്കും എന്നെ തന്നെ ദാസനാക്കി. യഹൂദന്മാരെ നേടേണ്ടത് ഞാൻ യഹൂദന്മാർക്ക് യഹൂദനെ പോലെയായി. ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ നേടേണ്ടത് ഞാൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവർ അല്ല എങ്കിൽ ന്യായപ്രമാണത്തിന് കീഴുള്ളവനെ പോലെയായി. 22-ാമത്തെ വാക്യം വായിക്കാം, സമയമില്ലാത്തതുകൊണ്ട്. ബലഹീനന്മാരെ നേടേണ്ടത് ഞാൻ ബലഹീനർക്ക് ബലഹീനനായി. ഏത് വിധത്തിലും ചിലരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു. അപ്പൊ അവരിൽ ഒരാളെ പോലെ ആയിത്തീർന്ന ഒരു പൗലോസ് എന്തിനു വേണ്ടിയാ? സുവിശേഷത്തിന് വേണ്ടിയിട്ട്, ആ ഒരു സുവിശേഷത്തിന്റെ ഒരു പങ്കാളിയാകേണ്ടതിന്. തനിക്കറിയാം തന്റെ അവസ്ഥ എന്തായിരുന്നു. താൻ ന്യായപ്രമാണത്തിന്റെ അവസ്ഥയിലായിരുന്നു. അവിടെ നിന്നൊക്കെ ദൈവം ആ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി തീർത്തപ്പോൾ മറ്റുള്ളവരെയും അതിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിച്ചു. നമ്മള് റോമലേഖനത്തിൽ 9-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ജഡപ്രകാരം എന്റെ ചാർച്ചക്കാരായ എന്റെ സഹോദരന്മാർക്ക് വേണ്ടി ക്രിസ്തുവിനോട് വേർവിട്ട് ഞാൻ തന്നെ ശാപഗ്രസ്തനായി പോകുവാൻ ഞാൻ ആഗ്രഹിക്കാമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അവർ വലിയ ആൾക്കാരാണ്, പക്ഷെ അവര് ഇസ്രായേലിയരാണ്, പുത്രത്വവും തേജസ്സും ഒക്കെ അവർക്കുള്ളവരാ. പക്ഷെ അവരിപ്പോഴും ആ ന്യായപ്രമാണത്തിന്റെ നീതി അന്വേഷിച്ചുകൊണ്ട് നടക്കുക. അതുകൊണ്ട് ദൈവത്തിന്റെ നീതി അവര് അറിയുന്നില്ല എന്ന് പറയുന്നുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ തന്നെ ശാപഗ്രസ്തനാകുവാൻ എന്ന് ആഗ്രഹിക്കാമെന്ന്. എന്തുകൊണ്ടാ അങ്ങനെ? കാരണം പൗലോസും യഹൂദനായിരുന്നപ്പോഴേ ഭയങ്കരമായി പിന്നെ എന്താ പറയുക, ഫിലിപ്പിയ ലേഖനത്തിൽ തന്നെ 3-ാം അധ്യായത്തിൽ തന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, താൻ ആരായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലേ. അതെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ക്രിസ്തുവിനെ നേടി വന്നത്. എന്തുകൊണ്ടാ? ആ ക്രിസ്തുവിന്റെ മഹത്വം വലിയതായിട്ട് കണ്ടതുകൊണ്ട് അതെല്ലാം ഉപേക്ഷിച്ച് തിരിച്ചു വരുവാനായിട്ട് ഇടയായി തീർന്നത്. അപ്പം പൗലോസും ഈ ക്രിസ്തുവിന്റെ മഹത്വം കണ്ടവര് പഴയതിലേക്ക് പോയപ്പോ ഒരവസ്ഥ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത്
വെറുതെ ആയി. ഞാൻ നിങ്ങളെപ്പോലെ ആകിയാൽ നിങ്ങൾ എന്നെപ്പോലെ ആകുവിനെന്ന് അവരോട് പറയുകയായിരുന്നു. നമുക്ക് ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിലേക്ക് ഒന്ന് പോകാം. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം. എന്തൊക്കെയാ പൗലോസ് വിട്ടുകളഞ്ഞത്? എന്തുകൊണ്ടാണ് അത് വിട്ടുകളഞ്ഞത്? തന്റെ പദവികളൊക്കെ 3-4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട്, നമുക്കറിയാം. എന്നിട്ട് 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ എന്തുകൊണ്ടാണ് താനത് വിട്ടുകളഞ്ഞെന്ന് പറയുന്നുണ്ട്. എങ്കിൽ 7-ാമത്തെ വാക്യം, എങ്കിലും എനിക്ക് ലാഭമായിരുന്നൊക്കെ ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണുന്നു. അത്രയുമല്ല എന്റെ കർത്താവായ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ നിമിത്തം. എന്തുകൊണ്ടാ? ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിനുള്ള എന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിനുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ചു. അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുഭവപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെ അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുത്ഥാനം പ്രാപിക്കണം എന്ന് വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറെന്നെണ്ണുന്നു. ഞാനന്ന് ഉപേക്ഷിച്ച ഇന്നും ഞാനത് ചവറെന്ന് തന്നെയാണ് എണ്ണുന്നത്. അപ്പൊ ഇവിടെ ക്രിസ്തുവിന് വേണ്ടി ഞാൻ ന്യായപ്രമാണങ്ങളും അവകാശങ്ങളും എല്ലാം ഉപേക്ഷിച്ച്, സ്വന്തമായുള്ളതിനെ എല്ലാം ഉപേക്ഷിച്ച് ഞാൻ ആ മകൻ ആയതുകൊണ്ട് ഞാൻ ആ പുത്രത്തിന്റെ അവകാശത്തിലേക്ക് വന്നപ്പോൾ ഞാൻ ക്രിസ്തുവിനെ മുറുകെ പിടിച്ചിരിക്കുക. ഞാൻ ക്രിസ്തു നിമിത്തം സകലവും ചവറ് എന്ന് എണ്ണുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ആ പൗലോസിനെ പോലെ അവരും കൺസിസ്റ്റന്റ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായത്തിൽ വായിക്കുന്ന, ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ ബിരുദം പ്രാപിക്കുന്നുള്ളൂ, നാമും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവീൻ. അപ്പൊ ആ ഒരു ഓട്ടക്കളത്തിൽ ഓടുന്നവരെല്ലാവരും ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഓട്ടം അല്ലെ, കോൺസ്റ്റന്റ്. ആ ഒരു എന്താ പറയുന്നത്, പുറകോട്ടല്ല എല്ലാവരും പോകുന്നത്, എല്ലാവരും മുമ്പോട്ടാ പോകുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് തന്നെ വിശ്വാസികളുമായി തീർന്ന വിശ്വാസ നായകനും പൂർത്തിപ്പെടുത്തുന്ന ക്രിസ്തുവിനെ നോക്കുവിൻ അല്ലെ. അസ്ഥിരതയോടെ ആ ഓട്ടം, ആ ക്രിസ്തുവിനെ നോക്കിയുള്ള സ്ഥിരതയോടെയുള്ള ഓട്ടമായിരിക്കണം ഓടേണ്ടത്. അപ്പം ആ ക്രിസ്തീയ ജീവിതത്തിന് ആധാരമായിരിക്കുന്ന ഒരു കൺസിസ്റ്റൻസി ആണ്. അപ്പൊ എങ്ങനെ തുടങ്ങി എന്നല്ല, എങ്ങനെ അവസാനിപ്പിച്ചു എന്നാണ്. നമ്മൾ ഇസ്രായേൽ മക്കളുടെ കാര്യമൊക്കെ നമുക്കറിയാം, അതൊന്നും ഞാനിപ്പോ പറയുന്നില്ല. പക്ഷെ അങ്ങനെ ഗലാത്യർ ഒരു നല്ല തുടക്കമായിരുന്നു, പക്ഷെ വഴിക്ക് വെച്ച് പോയി. പക്ഷെ അവരൊക്കെ ഈ എഴുത്തിനാല് തിരിച്ച് മാനസാന്തരപ്പെട്ട ദൈവത്തിങ്കിലേക്ക് വന്ന് കാണുമെന്നാണ് എന്റെ ചിന്ത. കാരണം അവരൊക്കെ വന്ന് കാണും, കാരണം അവരെല്ലാം ദൈവത്തെ അറിഞ്ഞവരാണ്. അവരെല്ലാം ഒരു ദുരുപദേശത്തിന്റെ പുറകെ പോയെങ്കിലും വീണ്ടും അവര് ദൈവത്തിങ്കിലേക്ക് വന്ന് കാണുമെന്ന് നമുക്ക് വിശ്വസിക്കാം. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെപ്പോലെ അല്ല ഞാൻ നിങ്ങളെപ്പോലെ ആകിയാൽ നിങ്ങളും എന്നെ പോലെ ആകുക. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഓരോ വാക്യവും പറഞ്ഞു പോകാം. ഓക്കെ, ഓരോ സെന്റൻസും പറഞ്ഞു നോക്കാം. നിങ്ങൾ എന്നെ പോലെ ആകുക എന്ന് അതിന് പല വിശദീകരണങ്ങൾ നമുക്ക് പറയുവാനായിട്ട് കഴിയും. അപ്പം ഞാനിപ്പോ പറഞ്ഞു, എന്നെ പോലെ ഞാൻ ന്യായപ്രമാണത്തിന്റെ എല്ലാ കാര്യങ്ങളും ത്യജിച്ച് അപ്പൊ ഞാൻ സ്ഥിരതയോടെ ഓടുകയാണ്, നിങ്ങളും എന്നെ പോലെ സ്ഥിരതയോടെ ഓടുക. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇന്നുള്ള ദൈവദാസന്മാരും നമ്മളും ഒക്കെ പറയുന്നതല്ലേ, നിങ്ങൾ എന്നെ നോക്കണ്ട, നിങ്ങൾ ക്രിസ്തുവിനെ നോക്കാൻ പറയല്ലേ. പക്ഷെ അവരിൽ നിന്നൊക്കെ ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ടാണ് പൗലോസ് പറയുന്നത്. പൗലോസിന്റെ ബോൾഡ്നെസ് ആണ് നമ്മളിവിടെ കാണുന്നത്. എല്ലാവരും ഞങ്ങളെ നോക്കണ്ട ക്രിസ്തുവിനെ നോക്കുക എന്ന് പറയുമ്പോൾ ഇവര് പൗലോസ് പറയാ, നിങ്ങൾ എന്നെ ക്രിസ്തുവിനെ നോക്കണ്ടെന്നല്ല പറയുന്നത്, നിങ്ങൾ എന്നെ നോക്കുവിൻ. കാരണം കൊരിന്ത്യർ ലേഖനത്തിൽ 11:1 ഇങ്ങനെ പൗലോസ് 1 കൊരിന്ത്യർ 11:1 ഇങ്ങനെ പറയുന്നു, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികൾ ആകുവീൻ എന്ന് പറഞ്ഞാൽ, ഞാൻ ഹോൾ ഹാർട്ടഡ്ലി ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്ന ആളാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെയും അതുപോലെ അനുഗമിക്കാം. നമ്മൾ നോക്കിയ നമ്മൾ ഹോൾ ഹാർട്ടഡ്ലി ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാണോ? നമുക്ക് അങ്ങനെ പറയാനുള്ള പ്രാഗൽഭ്യമൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അങ്ങനെ, നമ്മൾ പറയും ക്രിസ്തുവിനെ നോക്കി ജീവിക്കാൻ പറയുമ്പോൾ ജനം നോക്കി ജീവിക്കാൻ പറയല്ലേ. പക്ഷേ കർത്താവ് പൗലോസ് പറയുക, നിങ്ങൾ എന്നെ നോക്ക്, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികളാകുവിൻ. നമുക്കറിയാം 1 കൊരിന്ത്യർ 11:1 ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് 4-ാം അധ്യായത്തിലും പറയുന്നുണ്ട്, 1 കൊരിന്ത്യർ 4:6 പറയുന്നുണ്ട്. ഞാൻ വായിക്കാം. 1 കൊരിന്ത്യർ 4:6, സഹോദരന്മാരെ, ഇത് ഞാൻ നിങ്ങൾ നിമിത്തം എന്നെയും അപ്പൊല്ലോസിനെയും ഉദ്ദേശിച്ച് പറഞ്ഞിരിക്കുന്നത്, എഴുതിയതിനപ്പുറം ഭാവിക്കാതിരിപ്പാൻ ഞങ്ങളുടെ ദൃഷ്ടാന്തം കണ്ടുപഠിക്കണം.
അപ്പൊ അവരുടെ ദൃഷ്ടാന്തം കണ്ടു പഠിക്കണമെന്നാ പറയുന്നത് അല്ലെ. അങ്ങനെയുള്ളവരെ പല ലേഖനത്തിലും പൗലോസ് തെസ്സലോനിക്ക ലേഖനത്തിലും പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയുള്ളവരെ മാനിക്കണം, ഞങ്ങൾ എത്ര പവിത്രമായും നീതിയായും അനന്യമായും നിങ്ങളുടെ നടുവിൽ നടന്നു എന്ന് നിങ്ങളും. തെസ്സലോനിക്ക ലേഖനത്തിലാ പറയാം, രണ്ടാം അധ്യായം 10-ാം വാക്യത്തിൽ, ഞാൻ എത്ര അനന്യമായും അനന്യമായ നീതിയായി പവിത്രമായി നടന്നു എന്നതിന് ദൈവം സാക്ഷി എന്ന് പറയുന്നുണ്ട്. അപ്പം പൗലോസ് പറയുകയാണ്, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും എന്റെ അനുകാരികളാകും. നിങ്ങൾ എന്നെ പോലെ, ഞാൻ നിങ്ങളെ പോലെയായി. അങ്ങനെ ഞാൻ നിങ്ങളോടുകൂടെ വന്ന് താമസിച്ചു, നിങ്ങളോട് വചനം പറഞ്ഞു. നമ്മൾ കൊരിന്ത്യർ ലേഖനമൊക്കെ കാണുമ്പോൾ പറയുന്നുണ്ട്, പൗലോസിന്റെ ജോലി എന്ന് പറഞ്ഞു കൂടാരപ്പണിയായിരുന്നു. അന്ന് അക്വിലാസിനോടും പ്രിസ്കില്ലയോടും കൂടെ കൂടാരപ്പണി ചെയ്ത് അവർ താമസിച്ചത് അല്ലേ. അങ്ങനെയായിരുന്നു. അപ്പം അവരെ പോലെ, അവരിൽ ഒരാളെ പോലെ ആയതുപോലെ നിങ്ങൾ എന്നെ പോലെയാകുക, എന്റെ ദൃഷ്ടാന്തം കണ്ടുപഠിക്കുക. ഇനി നിങ്ങൾ എന്നെ പോലെയാകുക. മറ്റൊരു രീതി, ഞാൻ ന്യായപ്രമാണത്തിന്റെ അടിമത്തത്തിലായിരുന്നു, ഞാൻ അതിൽ നിന്ന്, അത് ബലഹീനവും ദരിദ്രവുമായിരുന്നു, ഞാൻ അതിൽ നിന്ന് വീണ്ടും ദൈവത്തിങ്കലേക്ക് വന്നു. നിങ്ങൾ എന്റെ ദൃഷ്ടാന്തം കണ്ടുപിടിക്കുക. കാരണം ഇവരെന്തോ ചെയ്യുന്നേ, അവര് ആ ലോകത്തിന്റെ ആദിപാഠം വിഗ്രഹങ്ങളെ ഉപേക്ഷിച്ച് വന്നിട്ട് പൗലോസ് ഉപേക്ഷിച്ച ദരിദ്രവും ബലഹീനവുമായ ആദിപാഠങ്ങളിലേക്കാ പോകുന്നത് അല്ലെ. ന്യായപ്രമാണത്തിന്റെ അടിമത്തിലേക്ക് പോയി. ഇപ്പം പൗലോസ് പറഞ്ഞ, ഞാൻ ന്യായപ്രമാണത്തിന്റെ രീതിയിൽ പറഞ്ഞ ഞാൻ ആരൊക്കെ ആയിരുന്നു എന്ന് പറയുന്നുണ്ടല്ലേ. അവിടെ 7-8 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെല്ലാം ഉപേക്ഷിച്ച് ഞാൻ ക്രിസ്തു നിമിത്തം എല്ലാം ചവറെന്നെണ്ണു എന്ന് പറഞ്ഞിട്ട് പറയാം. അവരോട് പറയാം, ഞാൻ അത് ഉപേക്ഷിച്ചതുപോലെ നിങ്ങൾ ഇനി അതിലേക്ക് പോകണ്ട, നിങ്ങളും ആ ബലഹീനമായ അതിലേക്ക് പോകാതെ നിങ്ങൾ വീണ്ടും ക്രിസ്തുവിങ്കിലേക്ക് വരിക എന്ന് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ ഓട്ടക്കളത്തിൽ ഓടുന്നവരെ പോലെ നിങ്ങൾ ആ സ്ഥിരത, കൺസിസ്റ്റൻസി ആയിട്ട് ഓടാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ പഴയതിലേക്ക് വീണ്ടും തിരിച്ചു പോകരുത്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഓട്ടക്കളത്തിൽ ഓടുന്നതിനെ കുറിച്ചാണ്. സ്ഥിരമായിട്ട് ഓടുക, അതുപോലെ തന്നെ ക്രിസ്തുവിന്റെ മാതൃക പിന്തുടരുക, എന്നെ പോലെ നിങ്ങളാകുക. നിങ്ങൾ ഒരിക്കലെല്ലാം ഉപേക്ഷിച്ച് ദൈവത്തിങ്കിലേക്ക് വന്നവരാണ്, ആ പഴയതിലേക്ക് വീണ്ടും പോകാതിരിക്കുക. എന്നിട്ട് പിന്നെ പറയുന്നത്, നിങ്ങളോട് ഞാൻ ഒരു അന്യായവും ചെയ്തിട്ടില്ല. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ പറയുന്നത്, യു ഹാവ് നോട്ട് ഇൻജുവേർഡ് മീ അറ്റ് ഓൾ, നിങ്ങൾ എന്നെ മുറിവേൽപ്പിച്ചിട്ടില്ല. ഗലാത്തിൽ നിന്ന് എന്തെങ്കിലും അങ്ങനെയുള്ള പ്രയാസം ഉണ്ടായോ നമുക്ക് അറിയുന്നില്ല. പക്ഷെ യഹൂദന്മാരിൽ നിന്ന് ഗലാത്തിയിൽ വെച്ച് പൗലോസിന് പ്രശ്നം ഉണ്ടായതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുന്നുണ്ട്, ലുസ്ത്രയിൽ വെച്ച് മരിച്ചു പോയി എന്ന് ആ ഒരു അവസ്ഥയിലായി ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്കറിയാം. അവരുടെ ആ യഹൂദന്മാരെ ആക്രമിച്ച് കല്ലേറ് കൊണ്ട് മരിച്ചുപോയി എന്ന അവസ്ഥയിലായി തീർന്നുണ്ട്. അങ്ങനെയൊക്കെ നമുക്കറിയാം. പക്ഷെ ഗലാത്യർ ക്രിസ്ത്യാനികൾ ഉപദ്രവിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയുകയില്ല. അപ്പം അവര് പൗലോസിന്റെ മനസ്സാണ് മുറിവേറ്റത്. കാരണം അവര് വേറൊരു സുവിശേഷത്തിലേക്ക് പോയത് കൊണ്ട് പൗലോസിന്റെ മനസ്സ് മുറിവേറ്റു. ഇനി നമുക്ക് 13-ാമത്തെ വാക്യം വായിക്കാം. ഞാൻ എങ്ങനെ പോയാലും 20 വരെ എത്തത്തില്ല. ഓക്കെ, 13-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. ഞാൻ ശരീരത്തിലെ ബലഹീനത നിമിത്തം ഒന്നാമത് നിങ്ങളോട് സുവിശേഷം അറിയിപ്പാൻ സംഗതി വന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഞാൻ ശരീരത്തിലെ ബലഹീനത നിമിത്തം ഒന്നാമത് നിങ്ങളോട് സുവിശേഷം അറിയിപ്പാൻ സംഗതി വന്നു എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ താഴെയുള്ള വാക്യങ്ങളിൽ പൗലോസിന് എന്തോ ബുദ്ധിമുട്ടായ അനുഭവം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ശരീരത്തിലെ അസുഖം ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പക്ഷെ ശരിക്കും എന്നവാണെന്ന് ഇത് എങ്ങും പറഞ്ഞിട്ടില്ല. ചില ഊഹാപോഹങ്ങൾ മാത്രമുണ്ട്. ചില കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞു പോകാം. ഞാൻ പറഞ്ഞില്ലേ, അപ്പോസ്തല പ്രവൃത്തികളിൽ കാണുന്നുണ്ട്, ലുസ്ത്രയിൽ വെച്ച് പൗലോസ് മരിച്ചു പോകുമെന്നൊരവസ്ഥ ഉണ്ടായി, കല്ലേറ് കൊണ്ടിട്ട്. പിന്നെ നമുക്ക് കാണാം 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ജഡത്തിലെ ശൂലം എന്ന് പറയുന്നുണ്ട്, സാത്താനെ ഏൽപ്പിച്ചു, കുത്താൻ ഏൽപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. പിന്നെ 15-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഇവിടെ തന്നെ കണ്ണിനുണ്ടായ ചില അസുഖം എന്ന് പറയുന്നുണ്ട്. പിന്നെ മലേറിയ എന്ന് പറയുന്നവരുണ്ട്. കാരണം അന്നത്തെ യാത്രകളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള യാത്രയായിരുന്നു. അതുകൊണ്ട് മലേറിയ ആണെന്ന് പറയുന്നവരുണ്ട്. കാരണം നമുക്ക് പ്രശ്നങ്ങളൊന്നും അറിയില്ല, എങ്കിലും പലരും പലതും വ്യാഖ്യാനിക്കുന്നുണ്ട്. നമുക്കറിയില്ല, എങ്കിലും ഒന്നും ഇവിടെ പറഞ്ഞില്ലാത്തതുകൊണ്ട് നമുക്ക് ഇതിലേതൊക്കെയോ ആണെന്ന് നമുക്ക് പറയാം. അന്നത്തെ യാത്രയൊന്നും സുഖകരമായിരുന്നില്ല അവിടെ. അതുകൊണ്ട് സുവിശേഷ സംബന്ധമായിട്ട് ബലഹീനതകളാകാം. പ്രത്യേകിച്ച് ലുസ്ത്ര പോലുള്ള സ്ഥലങ്ങളില്
സഞ്ചരിക്കുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. നമുക്കറിയാം പെർഗയിൽ വെച്ച് ലൂക്കോസ് പൗലോസിനെ വിട്ടുപോയെന്ന് പറയാം. ലൂക്കോസ് ആരെ സോറി മർക്കോസ് വിട്ടുപോയെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. മർക്കോസ് ഒരു യൗവനക്കാരനായിരുന്നു. വളരെ മർക്കോസിന്റെ മാളിക എന്നൊക്കെ നമ്മൾ പറയുന്ന വലിയ പൈസയൊക്കെ ഉള്ള ധനികനായ ഒരു വീട്ടിലെ കുട്ടിയായിരുന്നു മർക്കോസ് എന്ന് പറയുന്നത്. അപ്പൊ അവിടുത്തെ ബുദ്ധിമുട്ടുകളൊക്കെ കണ്ടപ്പോഴേ അല്ലെങ്കിൽ അനുഭവിച്ചപ്പോൾ മർക്കോസ് വിട്ടുപോയി എന്ന് നമുക്ക് അവിടെയും കാണുന്നുണ്ട്. ഇവിടെ പെർഗ എന്ന് പറയുന്ന സ്ഥലം ഇസ്രായേൽ ഇവിടെ ഗലാത്യയിലെ സമുദ്ര തീരത്തു നിന്ന് 3600 അടി താഴ്ചയുള്ള സ്ഥലമായിരുന്നു. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെ ഒക്കെയാണ് ഗലാത്യ പ്രദേശങ്ങളിലൊക്കെ പൗലോസ് യാത്രയ്ക്കായി പോയത്. അപ്പൊ നമുക്ക് സീ സിക്നസ് എന്നൊക്കെ പറയുന്ന അറിയാലേ, അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഇങ്ങനെ വോമിറ്റിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി കാണാം. അങ്ങനെയുള്ള വളരെ നമ്മൾ ഈ പൗലോസിന്റെയൊക്കെ മിഷണറി യാത്ര നമ്മൾ പറഞ്ഞു പോകും, 1ഉം 2ഉം മിഷണറി യാത്രകളൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടിലൂടെ അവരൊക്കെ കടന്നു പോയത്, കപ്പൽ ക്ഷേതമുണ്ടായതും അങ്ങനെയൊക്കെ. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇത്രയും ഉയർന്ന സ്ഥലത്തുനിന്ന് താഴ്ന്ന സ്ഥലത്തോട്ട് പോയി ഒക്കെ വരുമ്പോഴേ അപ്പൊ അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ബലഹീനതകൾ എന്തൊക്കെയായിരിക്കും. അന്നത്തെ കാലത്ത് ശരിയായ ശുശ്രൂഷ കിട്ടിക്കാണത്തില്ല, ആഹാരം സമയത്തിന് കിട്ടിക്കാണത്തില്ല, നല്ല വെള്ളം കിട്ടിക്കാണത്തില്ല, മരുന്നുകൾ ഇല്ലായിരുന്നു, ആരും സഹായിക്കാനില്ലായിരുന്നു. അങ്ങനെയൊക്കെ അവസ്ഥകളിലൂടെ അവർ എത്രത്തോളം ദൈവത്തോടുള്ള സ്നേഹം കൊണ്ട് അവർ സുവിശേഷം അറിയിക്കാനായിട്ടൊക്കെ അപ്പോഴേ പോയത്. അപ്പം വളരെ പ്രയാസങ്ങൾ സഹിച്ചാണ് അവരൊക്കെ സുവിശേഷം അറിയിക്കാനായിട്ട് പോയത്. പൗലോസ് പറയുകയാണ്, എന്റെ ശരീരത്തിലെ ബലഹീന നിമിത്തം ഒന്നാമത് നിങ്ങളോട് സുവിശേഷം അറിയിപ്പാൻ സംഗതി വന്നു എന്ന് നിങ്ങൾക്ക് അറിയുന്നുവല്ലോ. അപ്പോൾ മാത്രമല്ല മറ്റുള്ള എല്ലാ സുവിശേഷരും വളരെ ഇതിലൂടെ കടന്നു പോയിട്ടാണ് സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്കറിയാം ദൈവം ബലഹീനവും നിന്ദ്യവുമായ ആൾക്കാരെ ആയിരിക്കും തന്റെ പ്രവൃത്തിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്, അല്ലേ? എന്തുകൊണ്ടാ? ദൈവത്തിന്റെ നാമം എല്ലാത്തിലും മഹത്വപ്പെടണം. കുറച്ച് വാക്യങ്ങൾ മാത്രം വായിച്ചിട്ട് നമുക്ക് ഇവിടെ നിർത്താം. ഞാൻ അടുത്ത വാക്യത്തിലേക്ക് പോകുന്നില്ല. അടുത്ത വാക്യം പോയാൽ കുറച്ച് സമയം എടുക്കും. നമുക്ക് ദൈവം എപ്പോഴും ബലഹീന പാത്രങ്ങളെയാണ് തന്റെ വേലയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാ? അത് ദൈവത്തിന്റെ നാമമഹത്വത്തിന് വേണ്ടി ആണ്. നമുക്ക് 1 കൊരിന്ത്യർ 1:27 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. 1 കൊരിന്ത്യർ 1:27 മുതലുള്ള വാക്യങ്ങൾ. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ രജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായി തിരഞ്ഞെടുത്തു, ഉള്ളതിനെ ഇല്ലായ്മയാക്കാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. എന്തുകൊണ്ടാ? ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടത് തന്നെ. ഇവിടെയും പൗലോസ് ശരീരത്തിൽ കുറുകിയ ആളായിരുന്നു, ബുദ്ധിമുട്ടുകളുള്ള ആരായിരുന്നു. അപ്പൊല്ലോസിനെ പോലെ വാക്സാമർത്ഥ്യമോ വാഗ്മിയോ ഒന്നും അല്ലായിരുന്നു. പക്ഷേ പൗലോസ് പറയുന്നുണ്ട്, എന്നെ വിളിച്ചത് ദൈവമാണ്, കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകിയാൽ ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിലൊക്കെ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ ആയിരിക്കും ദൈവത്തിന്റെ കൃപയാലാകുന്നു. മറ്റ് അപ്പോസ്തലന്മാരെക്കാളൊക്കെ ഞാൻ അധികം അധ്വാനിച്ചിരിക്കുന്നു, പക്ഷെ അതൊന്നും ഞാനല്ല, എന്നോട് കൂടിയുള്ള ദൈവകൃപ അത്രയെന്ന് പൗലോസ് പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ സഹിച്ച് സുവിശേഷത്തിന് വേണ്ടി അധ്വാനിച്ചത് എന്തിനു വേണ്ടിയിട്ടാ? ദൈവം മുമ്പിലൊരു ഓട്ടം വെച്ചിരിക്കുന്നു. ആ ഓട്ടത്തിന് ആ വിരുദിലേക്ക് ഓടാൻ വേണ്ടിയിട്ട്. നമ്മൾ പറഞ്ഞില്ലേ, ഓട്ടക്കളത്തിൽ ഓടുന്ന എല്ലാവരും ഓടുന്നെങ്കിൽ ഒരുവനെ വിരുദ് പ്രാപിക്കുന്നു, നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞു നിർത്തിയത്, ഞാൻ നല്ല പോർ പൊരുതു. തന്റെ അവസാനത്തെ ലേഖനമായ 2 തീമോഥെയോസിന്റെ ലേഖനത്തിൽ താൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ആ ഒരു നീതിയുടെ കിരീടം പ്രാപിപ്പാൻ ദൈവം തനിക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. കാരണം ഈ ലോകത്തിന്റെ സുഖസൗകര്യങ്ങളെല്ലാം ഉണ്ടായിരുന്ന ഒരാളാണ്, അല്ലെ? ന്യായപ്രമാണം സംബന്ധിച്ച് അനിന്യനാണ്, പരീക്ഷനായിരുന്നു, എബ്രായരിൽ നിന്നുള്ള ജനിച്ച എബ്രായൻ, അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ എല്ലാ സൗകര്യത്തിന്റെ കൊടുമുടിയിലായിരുന്ന പൗലോസാണ് ക്രിസ്തുവിനെ വേണ്ടി എല്ലാം ഉപേക്ഷിച്ച് എല്ലാം ചവറം നേടി ക്രിസ്തുവിലേക്ക് വരുവാനായിട്ട് കാരണമാക്കി തന്നെ. കാരണം ഈ ലോകത്തിന്റെ ആ മാഹാത്മ്യങ്ങളെ തട്ടിച്ചു നോക്കുമ്പോൾ ആ സ്വർഗലോകത്തിന്റെ മാഹാത്മ്യം വലുതാണെന്ന് കണ്ടിട്ടാണ് പൗലോസ് അതെല്ലാം അത് ചെറുതായിട്ട് എണ്ണിയത്. അത് നമ്മൾ പറയുന്നുണ്ട്, നൊടി നേരത്തുള്ള ഞങ്ങളുടെ അത്യന്ത കഷ്ടം, നൊടി നേരത്തുള്ള ഞങ്ങളുടെ ഈ ലഘുവായ കഷ്ടം അത്യന്ത അനവധിയായി ആ നിത്യ തേജസ്സിന്റെ
ഘനം ഞങ്ങൾ ഉണ്ടാകുവാൻ കാരണമായി തീർന്നു. ഞങ്ങൾ കാണുന്നതിനെയല്ല, കാണാത്തതിനെ അത്രേ നോക്കി പാർക്കും. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. അങ്ങനെ ഒരു അവസ്ഥയാണ് പൗലോസിന് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് നമ്മളും ഈ വചനങ്ങളൊക്കെ പഠിക്കുമ്പോഴും നമ്മുടെയും ലക്ഷ്യം അതായിരിക്കണം. ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിക്കണം. ഉയരത്തിൽ തന്നെ നമ്മൾ അത് തന്നെ ചിന്തിച്ചു പോകാനായിട്ട് ദൈവം ഇടയാകട്ടെ. കാരണം നമ്മുടെ പൗരത്വമോ ഈ ഇവിടെയുള്ളതല്ല, സ്വർഗത്തിലത്രേ. അവിടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അവൻ തന്റെ മഹത്വമുള്ള ശരീരത്തെ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കി രൂപാന്തരപ്പെടുത്തും. അതാണ് നമ്മുടെ പ്രത്യാശ. ആ പ്രത്യാശയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന നമ്മൾ ഓരോ ദിവസവും നമ്മുടെ സ്വർഗീയ പിതാവ് സൽഗുണനാകുന്നത് പോലെ നമ്മളും സൽഗുണപൂർണരായി ജീവിപ്പാൻ ദൈവം നമ്മളെ ഈ വചനങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം.